ചിറ്റപ്പാ. ഓ ചേച്ചേ. ആ സുരേന്ദ്രനോ? ഓ നമസ്കാരം സുരേന്ദ്ര. നമസ്കാരം. സുഖമാണോ സുരേന്ദ്രന്? ആ സുരേന്ദ്ര, നിന്നെ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. നീ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ മറന്നോ? ഞാൻ വല്ലപ്പോഴൊക്കെ വരാറുണ്ടല്ലോ അമ്മി. ആണോ? ചേട്ടനല്ലേ അങ്ങോട്ട് അച്ഛനും അമ്മയും കാണാനുള്ള വഴിയൊക്കെ മറന്നു പോണത്. വന്ന് കയറി ഉടനെ ചേട്ടൻ അഞ്ചി തന്നെ കയറിക്കാം. നീ എന്തിനു വന്നത്? നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്? ഞാൻ വിളിച്ചപ്പോ പിന്നെ എപ്പോ വിളിച്ചു? നീ അല്ലേ വിളിച്ചത്? ആ ഫോണിൽ കൂടെ വിളിച്ചപ്പോ ഞാൻ വെറുതെ ചോദിച്ചു, എടാ സുരേന്ദ്ര നീ ഇന്ന് ഇങ്ങോട്ടൊന്ന് കാണാനില്ലടേ എന്ന് പറഞ്ഞപ്പോ അതൊന്ന് സീരിയസ് ആയിട്ട് എടുത്ത് എന്തായാലും വന്നത് നന്നായി. ദോശ കഴിക്കണ? ദോശ കഴിക്കണ? ദോശ വേണ്ട. ഞാനും മാമി അടക്കളകള് ധൃതി പിടിച്ച പണിയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങോട്ട് പോണം. ദോശ കഴിക്കണ? ചേട്ടത്തി ഇവിടെ നിൽക്കാല്ലേ? ആ അയ്യോ, ചേട്ടത്തെ നിർത്താനേ കൊള്ളാവൂ, വേറെ ഒന്നിനും കൊള്ളൂല. നമ്മൾ രണ്ടിനും വേണം നല്ല പണികളെ നടക്കണമെങ്കിൽ. ചേട്ടത്തി എവിടെയും പോണ അടുത്ത്? ഓ ചിറ്റപ്പാ, അമ്മ തിരുവടിയുടെ സത്സംഗ ക്ലാസ്സിന് പോകുന്നുണ്ട്. അമ്മ സമയമല്ലോ, ഇന്ന് പോണില്ല. സത്സംഗ ക്ലാസ്? ഓ നീ ഇന്ന് പോകുന്നുണ്ടോ? മനസ്സിപ്പോഴും അവിടെ തന്നെയാണ് അമ്മേ. ശരീരം നിൽക്കേണ്ടടുത്ത് നിന്നല്ലേ പറ്റൂ. മനസ്സിവിടണെങ്കിൽ പ്രശ്ന, ശരീരം ഇടുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ മനസ്സുള്ളിടത്ത് ശരീരം ഉണ്ടെങ്കിലേ ഒരു പ്രശ്നമില്ല. പക്ഷെ ശരീരം ഉള്ളിടത്ത് മനസ്സിലേക്ക് ഭയങ്കര പ്രശ്ന. അതിന്റെ കാരണം എന്താന്ന് വെച്ചാലേ. എന്താണ് ഇവള് പറയണത്? ചിറ്റപ്പാ, ഓടിപ്പോയി കുളിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ തല ചൂടാം. വാ കുളിക്കൂ സുരേന്ദ്ര. ഞാൻ പോണേ. അയ്യോ ദോശ ചൂടാ പോട്ട് മാമി. വാ സുരേന്ദ്ര, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. എനിക്ക് ഇവിടെ തിരുവടിയും സസുഖൊന്നും കേൾക്കാൻ വയ്യ. അത് കേട്ടാ എനിക്കും കൂടെ ഭ്രാന്ത് പിടിക്കും. സുരേന്ദ്ര, അവിടെ ഭാര്യയ്ക്കും മക്കൾക്കും നല്ല മനസ്സമാനം ഉണ്ടോ? ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇല്ലെങ്കിൽ പറയണം. ഇവിടെ തിരുവടികളുടെ അടുത്ത് നല്ല മനസ്സമാനം കിട്ടും. കൊണ്ടുവന്ന് ചേർക്കാം സുരേന്ദ്ര. ഈ തിരുവടികൾ എന്ന് പറയുന്ന സാധനം മനസ്സമാനം വിൽക്കുന്ന ആളാണോ? എങ്കിൽ നമുക്ക് കുറച്ച് വാങ്ങിച്ചോണ്ട് പോകാം നെയ്യാറ്റിൻകരയിലോട്ട്. കേശു, ശിവ, ഇങ്ങനെ ചിരിക്കരുത്. അത് ശരിയല്ല. എന്താടേ ഇത്? അതല്ലേ പറഞ്ഞേ, ചിറ്റപ്പ പോയി കുളിക്ക്. എന്റെ മകൾ നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയടാ? കേശുവേ ഉള്ളതാണോ? അമ്മേ, ഒരാളുടെ ജ്ഞാനം അളക്കുന്നത് അയാളുടെ വയസ്സുകൊണ്ടല്ല, പ്രവൃത്തിയും അറിവും കൊണ്ടാണ്. സത്യം പറഞ്ഞ ഞാനിപ്പോ ഒരു ആശ്രമത്തിൽ അകപ്പെട്ട പോലെ കേട്ടു. പിന്നെ വേറെ പഴയ പോലെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എല്ലാം ഒരു ശാന്തമായ അന്തരീക്ഷം. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ തന്നെ പോട്ട്. മിക്കവാറും ഇവിടെ ജോലി തുടങ്ങി ഉറപ്പ്. അപ്പൊ പിന്നെ സമാധാനം കൂടുന്നതൊക്കെ കൊള്ളാം. അതിര് കടക്കാതിരുന്നാ മതി. അമ്മേ, ഈശ്വരന് അങ്ങനെ അതിരുകളൊന്നും ഇല്ല. ഇവിടെ പോണ പോക്കിന് വരി തുടങ്ങി. ചേട്ടന് ശ്വാസം വലിച്ചു വിടാൻ നിനക്ക് എന്താ? നിന്റെ ഭാര്യ ഇങ്ങനെ ശ്വാസം വലിക്കൂടാ, വലിച്ചു വിട്ടുകൂടാ. അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല. ഈ ഏരിയയിലെ സർവ്വവായു വലിച്ചു കയറ്റാണ് അവള്. അമ്മേ, എനിക്ക് 1 മണിക്കൂർ ധ്യാനിക്കണം. എന്റെ അമ്മ കുറച്ചു നേരത്തേക്ക് ഈ ലോകത്തിലായിരിക്കില്ല, വേറെ ലോകത്തിലായിരിക്കും. അല്ല, ഈ ലോകം നമ്മുടെ ലോകമാണല്ലോ, അല്ലാതെ ഭൂമി മാത്രമല്ലല്ലോ നമ്മുടെ ലോകം. മാമി ഇത്തങ്ങളെ ആരെങ്കിലും ലോകത്ത് വിളിച്ചിട്ട് പോവാ മാമി, കൊണ്ടുപോ. വാ പിള്ളേരെ, വെച്ചു പടി, അടുക്കളയിലേക്ക് ജോലിയുണ്ട്. പടി ഇങ്ങോട്ട്. എന്തോന്നിട്ട് അന്യഗ്രഹ ജീവികളാ ഇതെന്തോന്നത്? തള്ള വേറെ ലോകത്ത്, പിള്ളേര് വേറെ ലോകത്ത്. ഞാൻ ഇനി ആ ലോകത്ത് പോയി. ഞാൻ ഒരു ലോകത്ത് പോയിട്ട് വരാം. കഷ്ടം. ഒരുത്തി ആശ്രമത്തിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം വീറുമില്ല, വൃത്തിയില്ല, എല്ലാം നേരത്തെ ഇട്ടേക്കുക. അമ്മേ, എല്ലാം കഴിഞ്ഞ് എത്തിയോ? ഞാനിവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് തടസ്സമാണോ? എങ്കിൽ ഞാൻ പൊയ്ക്കോളാം. അപ്പൊ നീ ഒന്നും ചെയ്യാനല്ലേ ഇങ്ങോട്ട് വന്നത്? പോകാൻ യാത്ര പറയാൻ വന്നാണോ? അമ്മയ്ക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? അമ്മ പറയൂ, ഞാൻ ചെയ്യാം. അത് ഞാൻ പറഞ്ഞു തരണോടി. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. കഴിച്ചിട്ട് കുറ്റം പറഞ്ഞേക്കരുത്. അമ്മേ, അമ്മയെ ആര് കുറ്റം പറയുന്നതാണ്? എന്റെ അമ്മയെ പോലെ സ്നേഹമുള്ള നല്ല അമ്മ വേറെ എവിടെയാണുള്ളത്? നീ സീരിയൽ കാണാറുണ്ടോ? ഇല്ലമ്മേ. എന്താ? അല്ല, സീരിയലിന്റെ ഡയലോഗ് പോലെ ഉണ്ടല്ലോ നിന്റെ പറച്ചില്. അമ്മുമ്മയെ അമ്മ സ്നേഹിക്കുന്ന സീനാണോ നടക്കണേ? ഇത് സീനല്ല. ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുകയാണ്. അമ്മ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കണ്ടാ ഞാൻ വിളിച്ചു പറയും. അല്ലാതെ എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. അത് ദേഷ്യത്തോടെ പറയണേന്ന് മാത്രം. ദേഷ്യം വന്നു. ഇല്ലാത്തവരെ ദേഷ്യം പിടിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരുത്തി. അമ്മേ, എന്താ? അമ്മ ഒരുപാട് അങ്ങ് ക്ഷീണിച്ചു പോയി. എന്റെ ദേവി, ഞാൻ എന്തൊക്കെയാണോ എനിക്ക് കേൾക്കുന്നത്? അമ്മ സമയത്തിന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അമ്മ ക്ഷീണിക്കുന്നത്. ആണോ? അമ്മേ,
എൻ്റെ അമ്മയെ സംരക്ഷിക്കാനോ സ്നേഹിക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. എല്ലാം സാഹചര്യം കൊണ്ടാണമ്മേ. അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവരുത്. എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല കുഞ്ഞെ. എനിക്ക് മനസ്സിൽ പിടിക്കാത്ത കാണുമ്പോഴല്ലേ ഞാൻ ദേഷ്യപ്പെടാറുള്ളൂ. തീർച്ചയായും ഭർത്താവ് എന്നാൽ ഈശ്വരന് തുല്യനാണ്. എന്നാൽ ആ ഈശ്വരൻ താങ്കളെ അങ്ങോട്ട് വിളിക്കുന്നു, അങ്ങോട്ട് പോവുക. അമ്മേ, ഞാൻ ബാലുവിനെ കണ്ടിട്ട് വരാം അമ്മേ. ഓ ശരി മോളെ, പോയി വരൂ. എന്റെ ഭഗവാനെ, അവനെ മാത്രം സഹിച്ചാ മതിയായിരുന്നു. ഇപ്പൊ ഇതാ ഇതിനെയും സഹിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ജീവിച്ചു പോകും. എല്ലാത്തിനും മട്ടായെന്നാ തോന്നണേ. ഹോ, എന്റെ അമ്മോ. ബാലു എന്നെ വിളിച്ചിരുന്നോ? വിളിച്ചു. സുരേന്ദ്രൻ നെയ്യാറ്റിങ്കര പോകുമ്പോ ഞാൻ കൂടെ പോയാലെന്ന് ആലോചിക്കുകയാണ്. നല്ല കാര്യം. പോയി അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരും. ഞാൻ കല്യാണം ആലോചിക്കാൻ പോവല്ല, അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ. ബാലു ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബാലുവിനൊരു വിചാരമുണ്ട്. ബാലുവിന് എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം. അത് പാടില്ല. നമ്മൾ എല്ലാവരും അജ്ഞരാണ്. അത് വേറെ വേറെ വിഷയങ്ങളാണെന്ന് മാത്രം. പിന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുന്നത് നല്ലതാണ്. അതിന് കാരണമൊന്നും വേണ്ട. നിങ്ങളെ മറുപടി ഞാൻ തരാം നിനക്ക്. ഞാൻ പോയിട്ട് വരട്ടെ, അനുഗ്രഹം വരട്ടെ, വന്നിട്ട് തരാം. പോകുമ്പോ കുട്ടികളെ കൂടി കൊണ്ടുപോകും. കുട്ടികളെ കൊണ്ടോ പറ്റൂല, കുട്ടികളെ നീ പടം കൊണ്ട് നിർത്ത്. അത് ശരിയാ. അച്ഛൻ നേറ്റിങ്ങനെ പോയി അനുഗ്രഹം മേടിക്കുമ്പോ ഞങ്ങൾ പടം എടുത്ത് അനുഗ്രഹം മേടിക്കാം. എടാ, ഈ എല്ലാ അനുഗ്രഹവും കൂടി ഞങ്ങൾ എവിടെ കൊണ്ടുപോകാനാടാ? ശിവ, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. കാരണം എനിക്ക് എന്റെ അജ്ഞനാണ്. എന്തെങ്കിലും ചെയ്തു. അതോടെ തന്നെ 4 കുട്ടികളുടെ അച്ഛനും ആണ്. ഇപ്പൊ 3 കുട്ടികളാവും ഞാൻ. ശ്രദ്ധിക്കില്ല. ഒരു കാര്യം ചെയ്യാം. ഞാൻ സത്സംഗത്തിന് കുട്ടികളെ കൊണ്ടുപോവാം. അത് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ബുദ്ധിമുട്ടാവില്ല. അമ്മയ്ക്കല്ല, തിരുവടികൾക്ക്. അല്ല, തിരുവടികൾ എന്ന് പറഞ്ഞാ തീരെ സമയമില്ലാത്ത ആൾക്കാരാണ്. ഞങ്ങളാണെങ്കിൽ ഒരുപാട് സംശയമുള്ള കുട്ടികളാണ്. അത് ശരിയാവോ അമ്മ? എന്തായാലും ബാലു ഒരാഴ്ച കഴിഞ്ഞിട്ട് നെയ്യാറ്റിങ്കരയ്ക്ക് പോയാൽ മതി. എനിക്കതുവരെ സത്സംഗത്തിന് പോകണം. പിന്നെ ഒരാഴ്ചത്തെ കോഴ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ സമാധാനവും ശാന്തിയെല്ലാം പിടിച്ചു പറ്റാൻ പറ്റിയല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ബാലു എന്റെ കൂടെ സത്സംഗത്തിന് പോരും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ 2 ഗുരുക്കന്മാരാവും. തിരുവടിയുടെ അവിടെ തിരക്കും കുറയും. അച്ഛൻ വാച്ച. ബാലു, കുട്ടികളെ തല്ലരുത്. കുട്ടികൾ എന്നാൽ ഈശ്വരന് തുല്യനാണ്. വലിച്ചു വിട്ടിട്ട് മനസ്സമാനം കൊടു. ചുമ്മാ കിടന്ന് ബഹളം വെച്ച് ചേട്ടത്തെ ദേഷ്യപ്പെടുത്തിയ ചേട്ടത്തിക്ക് പഴയ സ്വഭാവം. പഴയ ചേട്ടത്തിക്ക് എന്താ കുഴപ്പം? പറ, എന്താ കുഴപ്പം? കുഴപ്പം ശരിക്കും പോഴാമ. ലച്ചു, നിന്റെ നിയന്ത്രണം വിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞപ്പോ അമ്മയുടെ നിയന്ത്രണ വിടുന്നത്. കാക്ക കുളിച്ചാ കൊക്ക ഓടി. പുറം മാറില്ല, പക്ഷെ അകം മാറും. എടീ, ഇങ്ങനെ പോയാ നീ ആരാകും? ആരും ആവൂല. പരികൂടെ അമ്മ എല്ലാം തിരിച്ചു പിടിക്കാൻ നോക്ക വെച്ചാ. കൊച്ചെ, ശിക്ഷിക്കേണ്ടി വന്നാൽ എനിക്ക് ശിക്ഷിക്കാൻ ഇപ്പോഴും പറ്റും. എന്റെ അമ്മോ, ഇത് കഷ്ടപ്പെടും. ചേട്ടത്തി വിടരുത്, വിട്ടുകൊടുക്കരുത്, അകത്ത് പിടിച്ചു വെച്ചോളണം. എന്തോന്ന് പിടിച്ചു വെക്കാൻ? നീ എന്റെ പിള്ളേർക്ക് തളയിലാക്കൂടാ. അതുകൊണ്ട് അവിടെ കെട്ടിയെടുത്തോളി വന്നത്. എല്ലാരും ഒന്ന് പുറത്തേക്ക് പോകണ്ടോ? അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടെങ്കിലും പോ. നീ ആദ്യം നിന്റെ കാര്യം നന്നാക്കാൻ നോക്ക്. അമ്മ അപ്പുറത്തോട്ട് പോയാമേ. അമ്മ അമ്മൂമ്മ അടുത്ത് ദേഷ്യപ്പെട്ടോണെങ്കിൽ അമ്മ തിരിച്ചു വരും കേട്ടോ. ഉണ്ടായിരിക്കില്ല ലച്ചു. എന്റെ അമ്മ ദേഷ്യം ശ്വാസം വലിച്ചിട്. കുട്ടികളെ തല്ലരുത്. നീയാണ് പറഞ്ഞത്. അവരിൽ ദൈവാംശമുണ്ട്, ദൈവികാംശമുണ്ട്. ദൈവങ്ങളാണ്, തല്ലരുത്, തല്ലാൻ പാടില്ല. അമ്മ ദൈവങ്ങളെ തല്ലാൻ പാടില്ല. ഞാൻ തല്ലണ്ടെന്ന് വിചാരിച്ചാൽ നീ ചേട്ടത്തി എന്തായാലും തന്നെ പൊളിഞ്ഞു. എല്ലാത്തിനും 2 കൂടെയാണ്. നന്നായിട്ട് കൊടുത്തു. എന്തിനാടി അവനെ അടിക്കുന്നേ? എന്ത് കഷ്ടമാണിത്. നന്നാവെന്ന് വെച്ചാൽ നന്നാവാൻ സമ്മതിക്കൂല ആരും. എന്റെ ഗുരു, എന്ത് പരീക്ഷണായത്. ഒന്ന് നന്നാവാനില്ല, ആരും സമ്മതിക്കില്ല എന്നെ കൊണ്ട്. അവള് പിന്നെ കള്ളസ്വാമി വിളിക്കാ നന്നാക്കാനെന്നും പറഞ്ഞോട്ട് നിന്റെ കുരുക്ക് ഇങ്ങ് വരും. കള്ളസ്വാമി അവന്. അവന്റെ കൂടെ പോയി പോയി എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക. വലിച്ചു വിട്. എന്തെന്നാടി നോക്കുന്നത്? വലിയടി വലി.